അർത്തുങ്കൽ ബസലിക്കയിലെ തിരുനാളിനോടനുബന്ധിച്ച് പ്രദേശത്തുണ്ടാകുന്ന ജൈവമാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിച്ച് വളമാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി ചേർത്തല തെക്ക് ഗ്രാമപഞ്ചായത്ത്. സെയിൻറ് ആൻഡ്രൂസ് ബസലിക്കയിൽ സെൻറ്റ് സെബാസ്റ്റിൻ്റെ തിരുനാളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷത്തെ പള്ളിയുടെ കണക്ക് പ്രകാരം 12 ലക്ഷത്തോളം തീർത്ഥാടകർ വന്നു പോകുന്നൊരു സ്ഥലമാണ് അർത്തുങ്കൽ തിരുനാളിൻ്റെ ഒരു സമയം. അതിനനുസരിച്ച് അജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുക എന്നുള്ളത് ഹരിതകർമ്മസേന നിർവഹിക്കുന്നൊരു പ്രവൃത്തിയാണ്. എന്നാൽ അതിനേക്കാളേറെ വില്ലനായിക്കൊണ്ടിരിക്കുന്നത് ജൈവമാലിന്യമാണ്. ഈ ജൈവമാലിന്യത്തിൻ്റെ ഒരു സംസ്കരണവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് അതിനുള്ള വഴിതേടി നടക്കുമ്പോൾ അത് IRTCയുടെ സഹകരണത്തോടെ, നിർബന്ധത്തോടെ എന്ന് പറയാം, ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ നമുക്ക് ശാസ്ത്രീയമായി സംസ്കരിക്കണം എന്നുള്ള IRTCയുടെ ആ ഒരു നിർദ്ദേശത്തോട് പഞ്ചായത്ത് സർവാത്മന സ്വാഗതം പറഞ്ഞുകൊണ്ട് നടത്തിയ പ്രവർത്തനത്തിൽ ഞങ്ങളെ സഹായിക്കുവാനായിട്ട് വന്നതാണ് നമ്മുടെ അഗ്രി പോയിൻ്റ്. അവർ ഏകദേശം 1 വർഷമായി അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ട്, ആ പ്രവർത്തനം തുടങ്ങുന്ന സമയത്ത് പഞ്ചായത്തിൽ ഞങ്ങളൊക്കെ എത്തിയെങ്കിലും ഇത്രയേറെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വിജയിക്കുന്നു എന്നുള്ളത് ഇപ്പോഴാണ് നമ്മൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ജൈവ മാലിന്യങ്ങൾ നമ്മുടെ നീർച്ചാലുകളിലേക്കൊക്കെ വലിച്ചെറിയുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു പ്രവർത്തനം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ വിജയം കാണുന്നത്. ആ പ്രവർത്തനത്തിൽ ഇനോക്കുലത്തിൻ്റെ സഹായത്തോടു കൂടി മാലിന്യങ്ങളെ യാതൊരുവിധ സ്മെല്ലുമില്ലാതെ ശാസ്ത്രീയമായി സംസ്കരിച്ചുകൊണ്ട് വളമാക്കി മാറ്റുകയാണ്. അത്തരത്തിലൊരു സഹായം അർത്തുങ്കൽ തിരുനാളുമായി ബന്ധപ്പെട്ട് പുറമ്പോക്ക് ഭൂമി, സർക്കാരിൻ്റെ ഭൂമിയിൽ ഉള്ള കടകളിൽ നിന്നുള്ള ജൈവമാലിന്യങ്ങൾ പഞ്ചായത്തും അതുപോലെ തന്നെ ഹരിതകർമ്മസേനയും IRTCയും കൂടി കളക്ട് ചെയ്തുകൊണ്ട് അത് ഈ അഗ്രി പോയിന്റിൽ എത്തിക്കുകയും അവിടെ അത് സംസ്കരിക്കുകയാണ് ചെയ്യുന്നത്. ഈ സംസ്കരണം ഒന്നുകൂടി കൂടുതൽ സുതാര്യവും സുന്ദരവുമായി വളരെ വേഗത്തിൽ നടത്തുന്നതിന് വേണ്ടിയിട്ട് അവർ തന്നെ ആവിഷ്കരിച്ച് തയ്യാറാക്കിയ ഒരു മെഷീനുണ്ട്. ആ മെഷീനിൽ ഈ മാലിന്യം ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്നത് വളമായി മാറുന്നു. സാധാരണഗതിയിൽ 30 ദിവസം വേണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. പക്ഷെ ഒരു വളമായി മാറുന്ന പ്രോസസ്സിങ്ങിന് 30 ദിവസം വേണം. പക്ഷേ എന്നാൽ ഈ ഒരു മെഷീനറിയുടെ സഹായത്തോടുകൂടി വളരെ പെട്ടെന്ന് തന്നെ ഒരാഴ്ചക്കുള്ളിൽ അത് വളമായി മാറുന്നൊരു ചിത്രം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ ഒരു മെഷീനറിയുടെ ഉദ്ഘാടനം കൂടി ഇവിടെ നടക്കുകയാണ്. എന്തായാലും നാളെ കേരളത്തിന് തന്നെ വളരെ പ്രതീക്ഷയാകുന്ന ഒരു പ്രവർത്തനമാണ് അഗ്രോ പോയിൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നത്. അതോടൊപ്പം പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തുന്ന പ്രവർത്തനവും വളരെ വലുതാണെന്ന് ഞങ്ങളിപ്പോൾ തിരിച്ചറിയുന്നു. കാരണം തീർച്ചയായിട്ടും ചേർത്തല സൗത്തിൽ മാത്രമല്ല, ചേർത്തല താലൂക്കിലുള്ള ജൈവമാലിന്യങ്ങൾക്ക് തന്നെ ഒരു കൃത്യമായ ഒരു സംസ്കരണത്തിനുള്ള ഒരു ഉറവിടം കണ്ടെത്തുവാനായിട്ട് സാധിച്ചു എന്നുള്ള സന്തോഷത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഈ മെഷീനറിയുടെ ഉദ്ഘാടനം നടത്തുകയാണ് ഞങ്ങൾ ഈ സമയത്ത് ചെയ്യുന്നത്. അർത്തുങ്കൽ ബസലിക്കയിലെ തിരുനാളിനോടനുബന്ധിച്ച് പഞ്ചായത്ത് അധീനതയിൽ ഉണ്ടാകുന്ന മുഴുവൻ ജൈവമാലിന്യവും ശാസ്ത്രീയമായി സംസ്കരിച്ച് വളമാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനമാണ് അഗ്രി പോയിന്റ് സ്കൂൾ ഓഫ് വേസ്റ്റ് മാനേജ്മെൻറ്റിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സിനിമോൾ സാംസൺ ഉദ്ഘാടനം ചെയ്തത്. തിരുനാളുമായി ബന്ധപ്പെട്ട് 10 ലക്ഷത്തിലധികം ജനങ്ങളാണ് ബസലിക്കയിൽ എത്തിച്ചേരുന്നത്. അവിടെ ഉണ്ടാകുന്ന ജൈവമാലിന്യത്തെ പഞ്ചായത്തിൽ വെച്ച് തന്നെ വളമാക്കി മാറ്റുക എന്ന വലിയ വെല്ലുവിളിയാണ് ചേർത്തല തെക്ക് ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തത്. അഗ്രി പോയിന്റിൻ്റെയും IRTCയുടെയും സഹായത്തോടെയാണ് ജൈവമാലിന്യം സംസ്കരിച്ച് വളമാക്കി മാറ്റുവാനുള്ള പ്രക്രിയ ആരംഭിച്ചത്. യന്ത്രസഹായത്തോടെ ജൈവാവശിഷ്ടങ്ങളെ ചെറുതാക്കി ഇനോക്കുലം ഉപയോഗിച്ചാണ് ഈ പ്രക്രിയ നടത്തുന്നത്. ഇതിലൂടെ പ്രകൃതിക്കോ മനുഷ്യനോ ദോഷമില്ലാതെ ഏറ്റവും മികച്ച വളമാക്കി മാറ്റാനാവുമെന്ന് അഗ്രി പോയിന്റ് സ്ഥാപകൻ ശിവദാസ് പറഞ്ഞു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിബു എസ് പത്മം, വാർഡംഗം ആര്യ എസ് കുമാർ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അജിത OP, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയറാണി ജീവൻ, സെക്രട്ടറി ഷിബു, അസിസ്റ്റന്റ് സെക്രട്ടറി റോയ്, ക്ലർക്ക് ഷാജിമോൻ, ഹരിതകർമ്മസേന ഗ്രീൻ EIS ചെയർമാൻ രാജേഷ്, അഗ്രി പോയിന്റ് സ്ഥാപകൻ രഞ്ജിത്ത് ദാസ്, IRTC കോർഡിനേറ്റർമാരായ രാജേഷ്, പ്രിയോഷ്, കൃഷ്ണപ്രിയ, ആര്യ എന്നിവർ പങ്കെടുത്തു. ഓർഗാനിക് വേസ്റ്റിനെ എങ്ങനെ ഡീകമ്പോസ് ചെയ്യാമെന്നതിനെ പറ്റി ഞങ്ങൾ കുറേ നാൾ നടത്തിയതിന് ശേഷം പലതരം മെഷീനെ ഞങ്ങൾ പരീക്ഷിച്ച് നോക്കി. അവസാനം പൂർണ്ണ സക്സസ് ആയി എന്ന് പറയാൻ പറ്റത്തില്ല. എങ്കിൽ കൂടി ഞങ്ങൾ 2-3 പേര് കൂടിയിട്ടാണ് ഈ മെഷീൻ ഞങ്ങൾ ഡിസൈൻ ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് ഞങ്ങളിത് സ്പെഷ്യലി ഡിസൈൻ ചെയ്തത് ഈ കാറ്ററിംഗുകാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ കാറ്ററിംഗുകാർ വലിയ പൊതി വരുന്ന സമയത്താണെങ്കിൽ നേരെ ഈ പൊതി അതിന് ഇട്ട് കൊടുത്താൽ മതി. ഈ പൊതി തുറന്നിടാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. പൊതി നേരിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇത് താഴേക്ക് നല്ല ക്രഷായിട്ട്, ഇറച്ചിയോ മീനോ മുട്ടയോ എന്ത് സാധനം ഉണ്ടെങ്കിലും ഇത് ക്രഷായിട്ട് താഴേക്ക് വരും. അതിൻ്റെ കൂടെ ഇന്നോക്കുലം കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ യാതൊരുവിധ മണം ഉണ്ടാവില്ല. അതുപോലെ ഓഡിറ്റോറിയംകാർക്ക്, അതുപോലെ തന്നെ ഫംഗ്ഷൻ നടക്കുന്ന എല്ലാവർക്കും ഈ മെഷീൻ വളരെ ഉപകാരപ്രദമാണ്. ഇതിപ്പോൾ നമ്മളൊരു ബേസിക് അടിസ്ഥാന മെഷീൻ ഉണ്ടാക്കിയതാണ്. ഇത് നമുക്ക് 2 HP മുതൽ 5 HP വരെയുള്ള മെഷീൻ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതിനേക്കാളും കോമ്പാക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ യാതൊരുവിധ പ്രശ്നമില്ലാതെ നമ്മൾ ഈ മെഷീൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഉടനെ തന്നെ 1 മാസത്തിനകം നമ്മളത് മാർക്കറ്റിലേക്ക് വരും. ഇത് എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ ഒരു പഞ്ചായത്തിലൊക്കെ ആണെങ്കിൽ പഞ്ചായത്തിൽ എവിടെയെങ്കിലും ഇത് മൂവബിളാണ്, കൊണ്ടുനടക്കാവുന്നതാണ്, പോർട്ടബിളാണ്.
ഇത് കൊണ്ടു നടക്കാവുന്ന തരത്തിലാണ് നമ്മൾ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ മെഷീൻ ഒരു പഞ്ചായത്തിൽ വരെ വാങ്ങിച്ചാൽ ആ പഞ്ചായത്തിലെ എല്ലാ ഭാഗങ്ങളിലും നമുക്കിത് കൊണ്ടുപോയിട്ട് ഈ വേസ്റ്റിനെ ഡീകമ്പോസ് ചെയ്യാം. ഇതുപോലെ വലിയൊരു ബിന്നുണ്ടെങ്കിൽ 1000 ലിറ്റർ ബിന്നുണ്ടെങ്കിൽ ഈ സാധനത്തെ മൊത്തമായിട്ട് നമുക്ക് അത് സംസ്കരിച്ച് വളമാക്കി, അല്പം പോലും പാരിസ്ഥിതിക പ്രശ്നമല്ല, അത് വളമാക്കി മാറ്റുവാനും ഈ മെഷീനെ കൊണ്ട് സാധിക്കും. ഇത് വളരെ കോസ്റ്റ് കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ സെൽഫ് ഡിസൈനാണ്. അതിൻ്റേതായ ഇപ്പോൾ ചില അപര്യാപ്തതകളുണ്ട്. ഈ ആ അപര്യാപ്തകളൊക്കെ മാറ്റി ഞങ്ങൾ ഒരു മാസത്തിനകം ഞങ്ങൾ പുതിയ മെഷീൻ ഞങ്ങൾ ലോഞ്ച് ചെയ്യും.